എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ ക്ലോസ് ചെയ്തില്ലേ, ഇനി മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ വേണ്ടി വരില്ലേ ലഞ്ചിന്. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ നമ്മൾ ആദ്യമേ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരുപാട് മസാല ഒന്നും ചേർത്ത് മാരിനേറ്റ് ചെയ്യേണ്ട. കുറച്ച് തൈരും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് 5-6 ഉള്ളി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലതുപോലെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്താൽ മാത്രമേ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ ബോള് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പേസ്റ്റ് ആക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി അത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ സ്മെല്ല് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. 4-5 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളിയാണ്. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ബിരിയാണീൻ്റെ മസാലയൊക്കെ നല്ലതുപോലെ കുക്കായി വരണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് എന്തായാലും പുതിനയില ചേർത്ത് കൊടുക്കണം. പുതിനയിലയും മല്ലിയിലൊക്കെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും ചിക്കൻ മസാലയും മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനിയും എരിവ് ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ആവശ്യത്തിന് എടുത്തുകൊണ്ട് കുരുമുളക് പൊടി ചേർക്കണില്ല. ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ഇനി പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ, ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനീഗറോ ചേർത്ത് കൊടുക്കുക. നമ്മൾ വിനീഗറാണ് എടുക്കുന്നത്. കുറച്ച് തൈരും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒനിയന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കനും ചേർത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. റൈസ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ റൈസാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കുക്കായി വന്നിട്ടുള്ള ചിക്കനിലേക്ക് റൈസ് ചേർത്ത് ദം ചെയ്തെടുക്കാം. ഓരോ ലെയറായി റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും ഫ്രൈ ചെയ്ത ഒനിയനും ചേർത്ത് കൊടുക്കാം. ഇനി 2-3 മണിക്കൂറിന് ശേഷം റൈസും ചിക്കനൊക്കെ മിക്സാക്കി സേവ് ചെയ്തെടുക്കാം.